ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ മണാലിയിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ മണാലിയിലെ ഹിഡിംബ ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയൊക്കെ ആയി. ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തേക്ക് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ അടിപൊളി തണുപ്പ് കാരണം ഞങ്ങൾക്ക് എണീക്കാനേ തോന്നിയില്ല ഗായ്സ്. ഇവിടെ ഈ ഇലകളൊക്കെ ഇല്ലാതെ നിൽക്കുന്ന മരങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ ആപ്പിൾ മരങ്ങളാണിത്. ഇപ്പൊ ഈ ആപ്പിളിന്റെ ഒക്കെ സീസണൊക്കെ കഴിഞ്ഞതുകൊണ്ട് അപ്പൊ ഈ ആപ്പിൾ എല്ലാം വിളവെടുത്തതിന് ശേഷം ഈ മരങ്ങളുടെയൊക്കെ ലൈഫ് കൂട്ടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഈ ചില്ലുകളിലെല്ലാം ഗ്രീൻ കളറിൽ ഒരു കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇടത്തേക്ക് നോക്കിയ ആ നല്ല തണുത്ത് മരവിച്ച് നിൽക്കുന്ന ആ മഞ്ഞുമലകൾ കണ്ടില്ലേ? അതിമനോഹരമായ ഈ കാഴ്ച നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ നേരിട്ട് കാണണം കേട്ടോ. അങ്ങനെ നമ്മുടെ ജോയും ബേസിലും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഈ വീടുകളൊക്കെ കണ്ടോ ഗൈസ്? ഒരു പ്രത്യേകതര ഭംഗിയാണ് നമുക്ക് ഈ വീടുകളൊക്കെ കാണാൻ. കൂടുതലും 2 തല വീടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഇവിടുത്തെ ഈ വീടുകളുടെയൊക്കെ മേൽക്കൂരയെല്ലാം ശ്രദ്ധിച്ചാൽ അലൂമിനിയം ഷീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ അലൂമിനിയം ഷീറ്റ് കൊണ്ട് ഇവിടെ ഈ വീടുകൾ നിർമ്മിക്കുന്നതിന്റെ പിന്നെ ഒരു കാരണമുണ്ട്. അതെന്തെന്നാൽ നമ്മുടെ ഈ മഞ്ഞുവീഴ്ചയൊക്കെ ആവുന്ന ടൈമിൽ ഇവിടുത്തെ ഈ വീടുകളുടെയൊക്കെ ഈ മേൽക്കൂരയെല്ലാം ഐസ് കൊണ്ട് നിറയും. അങ്ങനെ വരുമ്പോൾ ഈ ഐസ് പെട്ടെന്ന് ഉരുകി പോകാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഈ വീട്ടുകാരൊക്കെ ഈ മേൽക്കൂരകൾ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ മാത്രവുമല്ല, നമ്മുടെ തണുപ്പിനെ ചെറുക്കുന്ന രീതിയിലാണ് ഈ വീടിന്റെ ഉൾഭാഗങ്ങളൊക്കെ ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം ഇവിടെ ഇപ്പൊ 5 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇപ്പൊ ഇവിടെ തണുപ്പെങ്കിലും നമ്മൾ വീടിന്റെ ഉൾഭാഗത്താണെങ്കിൽ നമുക്ക് അത്രയും തണുപ്പൊന്നും അനുഭവപ്പെടുകയില്ല. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹിമാലയൻ മലനിരകൾക്കിടയിലുള്ള ശാന്തസുന്ദരമായ ഭൂമിയായ മണാലിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട, അതുപോലെ നമ്മുടെ സഞ്ചാരികളുടെ മടക്കയാത്രയിലേക്ക് പ്രേരിപ്പിക്കാത്ത വളരെ മനോഹരമായ ഈ മണാലിയിലെ ഹിഡിംബ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിതാ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായി ഒരു സ്ഥലം നോക്കിയാണ്. നല്ല കൺജസ്റ്റഡ് ആയ റോഡാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. നമ്മളങ്ങനെ ഒരു പേ പാർക്കിങ്ങിലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഹിഡിംബ ടെമ്പിളിലേക്ക് നടക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മുടെ വലത് സൈഡിൽ കുറച്ച് ലോക്കൽ ഷോപ്പുകളൊക്കെ കാണാം. ഇവിടെയെല്ലാം ഇപ്പൊ വിൽക്കാനിട്ടിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ട്രഡീഷണൽ ആൻഡ് വിന്റർ ഡ്രസ്സുകളൊക്കെയാണ്. നമ്മളങ്ങനെ ഹിഡിംബ ടെമ്പിളിന്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ നമ്മുടെ മുമ്പിൽ തന്നെ നമ്മൾ ഒത്തിരി ട്രഡീഷണൽ ഡ്രസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പാട്ടു എന്നാണ് നമ്മൾ ഇതിനെ പറയുന്ന പേര്. അങ്ങനെ ഈ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ നമ്മൾ ധരിച്ചുകൊണ്ടാണ് എല്ലാവരും ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അതിനുവേണ്ടി വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ അമ്മൂമ്മ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലേക്ക് അടക്കാനുള്ള വാതിലുകൾ കേട്ടോ. നിറയെ ദേവദാരു മരങ്ങൾ നിറഞ്ഞൊരു അടിപൊളി ഒരു സ്ഥലമാണിത്. അങ്ങനെ പക്ഷെ ഇവിടെ നോക്കിയ മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതെ വളരെ വൃത്തിയായിട്ടാണ് ഇവർ ഇതിനെ പരിപാലിക്കുന്നത്. ഇവിടുത്തെ റോഡൊക്കെ നോക്കിയേ കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഹിഡിംബ ടെമ്പിളിന്റെ ഐതിഹ്യത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ മഹാഭാരതത്തിലെ പാണ്ഡവരിൽ ഒരാളായ ഭീമന്റെ പത്നിയായ ഹിഡിംബയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. വനവാസകാലത്ത് പാണ്ഡവർ കുളു താഴ്വരയിൽ എത്തിയപ്പോൾ അവിടെ ഹിഡിംബൻ എന്ന രാക്ഷസനും സഹോദരി ഹിഡിംബയും താമസിച്ചിരുന്നു. പാണ്ഡവർ വനത്തിൽ കഴിയുമ്പോൾ മനുഷ്യമാംസത്തിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞ ഹിഡിംബൻ തന്റെ സഹോദരിയായ ഹിഡിംബയെ പാണ്ഡവരെ കൊല്ലാനായി അയച്ചു. എന്നാൽ അവിടെ എത്തിയ ഹിഡിംബ കാണുന്നത് അവിടെ തന്റെ സഹോദരങ്ങൾക്ക് കാവലിരിക്കുന്ന ഭീമനെയായിരുന്നു. ഭീമനെ കണ്ടയുടനെ ഹിഡിംബയ്ക്ക് ഭീമനോട് പ്രണയം തോന്നുകയും തന്റെ രാക്ഷസ രൂപം കണ്ടാൽ ഭീമൻ ഇഷ്ടപ്പെടില്ല എന്ന് കരുതി ഹിഡിംബ അതിസുന്ദരിയായ ഒരു സ്ത്രീയായി രൂപം മാറുകയും ഭീമന്റെ അടുത്തെത്തി തന്റെ പ്രണയം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ തന്റെ സഹോദരി മടങ്ങി വരാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങിയ ഹിഡിംബൻ അവൾ ഭീമനുമായി സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് ഭീമനുമായി യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ കഠിനമായ യുദ്ധത്തിൽ ഭീമൻ ഹിഡിംബയെ വധിച്ചു. എന്നാൽ ഹിഡിംബന്റെ മരണത്തിന് ശേഷം ഹിഡിംബ ഭീമനെ വിവാഹം കഴിക്കണമെന്ന് കുന്തിയോടും യുധിഷ്ഠിരനോടും അപേക്ഷിക്കുകയും അവരുടെ അനുവാദത്തോടെ ഭീമനെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ ഭീമനാകട്ടെ വിവാഹത്തിനു മുമ്പ് ഒരു നിബന്ധനയൊക്കെ വെച്ചിരുന്നു. പകൽ സമയം മാത്രമേ ഹിഡിംബയോടൊപ്പം ചെലവഴിക്കൂ എന്നും രാത്രിയാകുമ്പോൾ തന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുമെന്നും നിങ്ങൾക്ക് പുത്രൻ ജനിച്ചു കഴിഞ്ഞാൽ താൻ ഈ കാട് വിട്ടു പോകുമെന്നായിരുന്നു ആ നിബന്ധന. അങ്ങനെ അവർക്ക് കളോൽക്കഥൻ എന്ന പുത്രൻ ജനിക്കുകയും ഭീമൻ തന്റെ വാക്ക് പാലിച്ച് തന്റെ സഹോദരങ്ങൾക്കൊപ്പം യാത്ര ആരംഭിക്കുകയും ചെയ്തു. ഭീമൻ പോയ ശേഷം ഹിഡിംബ മറ്റൊരു വിവാഹം കഴിക്കാതെ തന്റെ മകനെ വളർത്തുകയും കഠിന തപസ്സിൽ മുഴുകുകയും ചെയ്തു.
ഹിഡംബ തപസ് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഗുഹയ്ക്ക് ചുറ്റും 1553 കുളു രാജാവായിരുന്ന മഹാരാജ ബഹദൂർ സിംഗ് ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പഗോഡ എന്ന ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഭിത്തിയിലേക്ക് മറ്റൊന്ന് നോക്കിക്കേ, ഇഷ്ടം പോലെ കൊത്തുപണികളും മൃഗങ്ങളുടെ കൊമ്പുകളും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? അങ്ങനെ ഇതൊക്കെയാണ് ഗൈസ് ഹിഡിംബ ടെമ്പിളിന്റെ ഐതിഹ്യം. ഇവിടെയൊക്കെ നടന്നതിന് ശേഷം കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം നേരത്തെ നമ്മൾ കണ്ട ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സായ പാട്ട് എന്ന ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഞങ്ങൾ എടുത്തു. അതിനുശേഷം അപ്പോൾ വേറൊരു അമ്മച്ചി ഒരു മുയൽക്കുട്ടനെയും കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ അവനെയും പിടിച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. ഈ പോകുന്ന വഴിയിലെല്ലാം ഇഷ്ടം പോലെ വഴിയോര കച്ചവടക്കാരാണ്. അതൊക്കെ ഞങ്ങൾ കുറേ നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകാനായി നടന്നപ്പോഴാണ് നമ്മുടെ ഈ തലപ്പ് സ്ഥലങ്ങളിലൊക്കെ മാത്രം കണ്ടുവരുന്ന നമ്മുടെ നാട്ടിലെ പശുവൊക്കെ ഇല്ലേ, അതിന്റെ വർഗമായ യാക്കാണ് ഈ നിൽക്കുന്നത്. ശരീരം മൊത്തം രോമങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് ഇവനെ കാണാൻ എന്ത് രസമാണല്ലേ. ഇവന്റെ മുകളിൽ ഇരുത്തി ഫോട്ടോസ് ഒക്കെ എടുക്കാനാണ് ഇവന്റെ ഉടമ ഇങ്ങനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കണ്ടപ്പോൾ എനിക്ക് വെറും പാവം തോന്നി ഗൈസ്. നോക്കിക്കേ, ഇവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നമുക്ക് പാവം തോന്നില്ലേ. അതിനുശേഷം ഞങ്ങൾ ഈ കടയിൽ കയറി ഓരോ 2 പ്ലേറ്റ് മോമോസ് ഒക്കെ വാങ്ങി പിന്നെ ചായയും കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ അതുവഴി മുൻപോട്ട് നടന്നു. ഇവിടെ മുഴുവനും വഴിയോര കച്ചവടക്കാരാണ്. പലതരം കീ ചെയിൻസ്, പാവകൾ, അങ്ങനെ പലതരം സാധനങ്ങളാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇയാൾ സ്വന്തമായി വരച്ചു വിൽക്കുന്ന ചിത്രങ്ങളാണ്. നമ്മുടെ മണാലിയുടെ ഒരു ഭൂപ്രകൃതിയാണ് ഈ ചിത്രങ്ങൾ മുഴുവൻ. അങ്ങനെ നമ്മുടെ മനോഹരമായ ഹിഡിംബ ടെമ്പിളിന്റെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.